ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ തോരൻ തയ്യാറാക്കിയിട്ടുള്ളത് ബീട്രൂട്ടും സെലറിയും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീട്രൂട്ടും പിന്നെ സെലറിൻ്റെ ഇലകളും ആട്ടോ എടുത്തിട്ടുള്ളത്. തണ്ട് ഭാഗം കുറച്ച് എടുത്തിട്ടുള്ളൂ, കൂടുതലും ഇല ആട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതുപോലെ ബീട്രൂട്ട് 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അതും ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എടുക്കുക, ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇനി ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ഇത്തിരി കടുകിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സെലറിൻ്റെ ഇലകളും പിന്നെ ബീട്രൂട്ടും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് അടച്ച് വെച്ചാണ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം ഒന്നുകൂടി തുറന്നാണ്ട് ഇളക്കി കൊടുക്കണേ. ഇതിപ്പോൾ 5 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഒരു തുള്ളി പോലും വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ സ്റ്റീലിൻ്റെ ചട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സിൻ്റെ ജാറിലേക്ക് ഏകദേശം ഒരു 3/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്താണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കുക കേട്ടോ. ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ പൾസിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ബീട്രൂട്ടൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നാണ്. ഇനി അതിൻ്റെ നടുക്കുന്നൊക്കെ ഒന്ന് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്ത ശേഷം അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ആ തേങ്ങൻ്റെ മേലേക്ക് ആക്കി വെച്ച് കൊടുത്ത് ഒന്നിങ്ങനെ മൂടി പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ തേങ്ങയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ടും സെലറിയും കൂടി വെച്ചിട്ടുള്ള തോരൻ തയ്യാറാക്കാനായിട്ട് രണ്ടിൻ്റെയും കൂടി ആ ഒരു ഫ്ലേവർ മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.